Hello dear students, welcome back to my chemistry class and here is your Asna ma'am. And students, ഇന്ന് നമ്മൾ നമ്മുടെ കെമിസ്ട്രി 9th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ആർ യു റെഡി? നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേരാണ് കെമിക്കൽ ബോണ്ടിങ്. എവിടെയെങ്കിലും നിങ്ങൾ ബോണ്ട് എന്ന വേർഡ് കേട്ടിട്ടുണ്ടോ? യെസ്, നമ്മൾ ഫ്രണ്ട്ഷിപ്പൊക്കെ കണ്ടാൽ ചില ഫ്രണ്ട്ഷിപ്പ് കണ്ടാൽ നമ്മൾ പറയും അവർ തമ്മിലുള്ള ബോണ്ട് ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ബോണ്ടാണ് അവർ തമ്മിലെന്നൊക്കെ പറയും അല്ലേ. ബട്ട് നമ്മുടെ ഈ കെമിസ്ട്രിയിലും ബോണ്ട് ഉണ്ട്. നിങ്ങൾക്കറിയോ എന്താണെന്ന്? യെസ്, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേരാണ് കെമിക്കൽ ബോണ്ടിങ്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ സെക്കൻഡ് ചാപ്റ്റർ. ഇതിൻ്റെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ പ്രസ് ചെയ്യണം. ദെൻ ഇതാണ് മിസ്സിൻ്റെ കെമിസ്ട്രി ക്ലാസ് എന്ന ചാനൽ. അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ട് കാണണമെങ്കിൽ ഇവിടെ പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റിൽ പോയി ക്ലിക്ക് ചെയ്താൽ ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3 അങ്ങനെയെല്ലാം മിസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളിങ്ങനെ കാണണം കേട്ടോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഫിഗേഴ്സ് കാണിച്ചു തരാം, കുറച്ച് പിക്ചേഴ്സ്. അപ്പോൾ ഇതെല്ലാം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ഓർത്തെടുക്കണേ. മേ ബി കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഞാനിപ്പോൾ കാണിച്ചു തരുന്ന ഫിഗേഴ്സൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. ഒന്ന് ഓർത്ത് നോക്കൂ. ഇങ്ങനെയുള്ള ഒരു പിക്ചർ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കുറേ ബോൾ പോലെ ഇരിക്കുന്ന ഐറ്റംസ്, അതിൻ്റെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ആ ബോളുകൾ ഒരു വടികൾ കൊണ്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട്, കുറേ സ്റ്റിക്കുകൾ കൊണ്ട് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ഒരു പിക്ചർ? കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഇത് നോക്കൂ, ഇങ്ങനെ ഇരിക്കുന്ന ഫിഗർ സെൻറ്ററിൽ സി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കാർബൺ ആയിരിക്കാം, കാർബൺ തന്നെയാണ്. ദെൻ അതിന് 4 ഭാഗത്തും ഹൈഡ്രജൻ H. ഇങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലുമൊക്കെ? യെസ്, നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേരാണ് കെമിക്കൽ ബോണ്ടിങ്. കെമിക്കൽ ബോണ്ടിങ് എന്താണ് കെമിക്കൽ ബോണ്ടിങ്? ഈ ഒരു ചാപ്റ്ററിൻ്റെ ഹെഡിങ്ങിൻ്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ്. ഈ ആറ്റംസ് തമ്മിലുള്ള ബോണ്ടിങ്. ബോണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഭയങ്കര ബന്ധം തമ്മിൽ. സോ നമ്മൾ അത്രയും നിങ്ങൾ മനസ്സിലാക്കി നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സോ കുറച്ചുകൂടെ ഫിഗേഴ്സ് ഒന്ന് നോക്കാം ഈ കെമിക്കൽ ബോണ്ടിങ്ങിനോട് റിലേറ്റഡ് ആയിട്ടുള്ള. ഓക്കെ, ഇങ്ങനെയുള്ള ഫിഗേഴ്സൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും നമുക്കറിയില്ല ഇത് എന്താണെന്ന്. പക്ഷെ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ് കേട്ടോ. ദേ ഈ ഇരിക്കുന്നതുണ്ടല്ലോ, അത് നമ്മുടെ വാട്ടറാണ് കേട്ടോ. നമുക്ക് നോക്കാം ഇനി എന്താണ് ഈ ഫിഗർ, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. നമ്മുടെ ഈ ഭൂമിയെ നോക്കൂ, എത്ര മനോഹരമാണ് അല്ലേ? എത്ര വസ്തുക്കൾ അതിലുള്ളത്. ലോകത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് വസ്തുക്കൾ കാണാൻ കഴിയും. എന്ത് മനോഹരമാണല്ലേ നമ്മുടെ വേൾഡ് കാണാൻ. നല്ല പൂത്ത് നിൽക്കുന്ന താഴ്വരകളും, നല്ല വൈവിധ്യമാർന്ന പൂക്കളും, പല പല നിറങ്ങളിലുള്ള നല്ല ഭംഗിയുള്ള എത്ര മനോഹരമായ പൂക്കളാണ്, എത്ര മരങ്ങളുണ്ട്. യെസ്, എന്ത് ഭംഗിയാണല്ലേ ഇതൊക്കെ കാണാൻ. നല്ല ബീച്ചുകളുണ്ട്, കടൽ തീരങ്ങൾ. ഈ ഒരു പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മൂവീസിലൊക്കെ കണ്ടു കാണും. ഇത് ആൻഡമാൻ നിക്കോബാറിലെ ബയോലുമിനസെൻസ് എന്നൊക്കെ പറയും. ഇത് റിയൽ പിക്ചറാണ് കേട്ടോ. കണ്ടോ? ദെൻ പുഴകളുണ്ട്, മഞ്ഞുമലകളുണ്ട്. ലഡാക്ക് എന്ന പ്ലേസ് കണ്ടിട്ടുണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. മനാലി ഫുള്ള് മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്നത്. വിൻ്റർ സീസണിൽ വെസ്റ്റേൺ കൺട്രീസിൽ ഈ ഒരു കാഴ്ച അതിമനോഹരമാണ്. മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന പലതരം വെറൈറ്റി ഫ്രൂട്ട്സില്ലേ നമുക്ക് കഴിക്കാൻ, ഭയങ്കര ടേസ്റ്റുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. കണ്ടോ? മൾബറി ഇഷ്ടപ്പെടാത്ത ആരും കാണില്ല. പിന്നെ എന്തൊക്കെയുണ്ട്, പല വെജിറ്റബിൾസ് ഉണ്ട്. എന്തെല്ലാമാണ് നമ്മുടെ ഭൂമിയിലുള്ളത്. എത്ര ഫെസ്റ്റിവൽസാണ് നമുക്കുള്ളത് അല്ലേ? കണ്ടോ? നമ്മുടെ താജ്മഹൽ ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് അല്ലേ? അതും നമ്മുടെ ഇന്ത്യയിലുള്ളത്. ദെൻ ചൈനയിലെ വൻമതിൽ എന്ത് വലുതാ. ദുബായിലെ ബുർജ് ഖലീഫ എന്ത് ടോളസ്റ്റ് ബിൽഡിംഗ് ആണല്ലേ. ദെൻ ലണ്ടൻ ബ്രിഡ്ജ് എന്തോ വലുതാണ് അല്ലേ? മാത്രമാണോ നമ്മുടെ ഭൂമിയിലുള്ളത്? അല്ല, മനുഷ്യരുണ്ട്, മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്.
ജന്തുക്കളുണ്ട്, ചെറിയ ചെറിയ പ്രാണികളുണ്ട്. എന്തെല്ലാം വസ്തുക്കളാണ് നമ്മുടെ ഈ ഭൂമിയിലുള്ളത് അല്ലേ? ജീവനുള്ളതും ജീവനില്ലാത്തതും പല 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 വസ്തുക്കളുണ്ട്. നമ്മുടെ ചുറ്റും നോക്കുകയാണെങ്കിലും നമുക്ക് ഇതെല്ലാം കാണാൻ കഴിയും. ഇതെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പഠിച്ചു. യെസ്, മോളിക്യൂൾസ് കൊണ്ടാണെന്ന് നമ്മൾ പഠിച്ചു. എന്തുകൊണ്ടാണ് ആറ്റംസ് എന്ന് പറയാത്തത് അറിയോ? ആറ്റംസ് എന്ന് പറയുമ്പോൾ സിംഗിൾ ആറ്റം, ഒരു ആറ്റം കൊണ്ടാണോ നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്? അല്ല. പക്ഷേ പല പല ആറ്റങ്ങൾ, ഡിഫറെൻ്റ് ആറ്റംസിനെ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ആറ്റമാണ് നമ്മുടെ ഏറ്റവും മൈന്യൂട്ട് പാർട്ടിക്കിൾ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. മോളിക്യൂൾസ് കൊണ്ടാണ് നമ്മളെ നിർമ്മിച്ചിട്ടുള്ളത്. ആറ്റംസ് ഇങ്ങനെ വെറുതെ നിൽക്കുകയാണോ? അല്ല. ആറ്റംസ് എന്താ ചെയ്യുന്നത്? അവർ മോളിക്യൂൾസ് ഉണ്ടാക്കിയിട്ട് ആണ് ഓരോ സബ്സ്റ്റൻസിനെയും ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആറ്റംസ് ഓരോ മോളിക്യൂൾസ് ആയിട്ട് ഫോം ചെയ്യുന്നു. അതുകൊണ്ടാണ് ഓരോ സബ്സ്റ്റൻസ് ഉണ്ടാക്കിയിട്ടുള്ളത് മോളിക്യൂൾസ് കൊണ്ടാണ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് ആറ്റംസിനെയാണ് നമ്മൾ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മോളിക്യൂൾസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ആറ്റംസ്. അപ്പോൾ മോളിക്യൂൾസ് എന്താണ്? ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ. ബട്ട് അതിന് എന്താണ് പ്രത്യേകത? ഏതൊരു വസ്തുവിൻ്റെയും സബ്സ്റ്റൻസിൻ്റെയും അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ആ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ കാണിക്കും. അതാണ് മോളിക്യൂൾ. ഓക്കെ, സോ ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ ആയിട്ട്. ദെൻ ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ മോളിക്യൂൾസ്, സബ്സ്റ്റൻസസ് ആർ ക്ലാസിഫൈഡ് ഇൻടു ടു ആസ് എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ മോളിക്യൂൾസിലുള്ള ആറ്റംസിനെ ബേസ് ചെയ്തിട്ട് പ്യുവർ സബ്സ്റ്റൻസിനെ നമ്മൾ എന്തൊക്കെയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? എലമെൻറ്റ്സ് ആയിട്ടും കോമ്പൗണ്ട്സ് ആയിട്ടും. ഇതെല്ലാം നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്, എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യുന്നു. ദെൻ മാറ്ററിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഏതൊക്കെയാണ്? പ്യുവർ സബ്സ്റ്റൻസും അതും മിക്സ്ചറായിട്ട്. നമുക്കിവിടെ ഒന്ന് നോക്കാം. ഇത് നമ്മൾ അധികം നോക്കണ്ട, ഇപ്പോൾ നിങ്ങളിതൊന്ന് ശ്രദ്ധിക്കുക. പ്യുവർ സബ്സ്റ്റൻസിനെ എന്തെല്ലാമായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തു? എലമെൻ്റ് ആയിട്ടും കോമ്പൗണ്ട് ആയിട്ടും. ഇനി ഈ എലമെൻറ്റിൽ എന്താണുള്ളത്? സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് ആണ് എലമെൻറ്റ്സിൽ കാണുന്നത്. പക്ഷെ കോമ്പൗണ്ട്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റംസ് കണ്ടോ? ഫോർ എക്സാമ്പിൾ വാട്ടറിൽ ഏതൊക്കെ ആറ്റംസ് ഉണ്ട്? ഹൈഡ്രജൻ ആറ്റവും ഉണ്ട്, ഓക്സിജൻ ആറ്റവും ഉണ്ട്. അതുകൊണ്ട് അതൊരു കോമ്പൗണ്ടാണ്. അവിടെ ഡിഫറെൻറ്റ് ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു മോളിക്യൂൾ തരുന്നു. അതിനെ നമ്മൾ കോമ്പൗണ്ട് എന്ന് പറയുന്നു. ഓക്കെ, ദെൻ ഈ ഒരു ഫിഗർ ഒന്ന് നോക്കൂ. ഇവിടെ എന്താണ് ഹെഡിങ് കൊടുത്തിട്ടുള്ളത്? എലമെൻറ്റ്സ്, കോമ്പൗണ്ട്സ് ആൻഡ് മിക്സ്ചർ. നമ്മൾ ഈ കൺഫ്യൂഷൻ ഒന്ന് മാറ്റാൻ വേണ്ടി ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇതാ ഓക്സിജൻ ആറ്റത്തിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. കണ്ടോ? ഇവിടെ ആറ്റംസ് ഓഫ് ആൻ എലമെൻറ്റ്. ഏതാണ് ഈ എലമെൻറ്റ്? ഓക്സിജൻ എന്ന എലമെൻറ്റിൻ്റെ ആറ്റംസിനെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. കണ്ടോ? ഇങ്ങനെ ഫ്രീ ആയി നടക്കുന്നു. ദെൻ നൈട്രജൻ, മോളിക്യൂൾസ് ഓഫ് ആൻ എലമെൻറ്റ്. മോളിക്യൂളാണ് കേട്ടോ. ഇവിടെ നൈട്രജൻ മോളിക്യൂൾ എന്ന് പറയുന്നത് N2. കണ്ടോ? രണ്ടും നൈട്രജൻ ഒരുമിച്ചിരിക്കുന്നത് കണ്ടോ? ദെൻ ഇവിടെ കണ്ടോ? മോളിക്യൂൾസ് ഓഫ് എ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ ഡിഫറെൻ്റ് ആറ്റംസ് കണ്ടോ? ഡിഫറെൻ്റ് ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ്. ഇവിടെ മോളിക്യൂൾസ് ഓഫ് ആൻ എലമെൻറ്റിൻ്റെ മോളിക്യൂളിന് എക്സാമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. എലമെൻ്റ് എന്ന് പറയുമ്പോൾ അതിൽ സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് ആണ്. അപ്പോൾ ഇതൊരു മോളിക്യൂളാണല്ലോ. രണ്ട് ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോൾ അതൊരു മോളിക്യൂൾ ആവുന്നു. ഓക്കെ, ദെൻ you have learned that molecules of compounds are formed by the combination of atoms of different elements. If so, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ കോമ്പൗണ്ട്സിൻ്റെ മോളിക്യൂൾസ് എങ്ങനെ ഫോം ചെയ്യുന്നത്? ഡിഫറെൻ്റ് ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ്. ഇപ്പം വാട്ടർ എടുക്കുക. വാട്ടറിൽ ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് വാട്ടർ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്ത്? ഹൗ ഡു ആറ്റംസ് കമ്പൈൻ ടുഗദർ? എങ്ങനെയാണ് ഈ ആറ്റംസ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്? നമ്മൾ കണ്ടു ഈ ലോകത്ത് കാണുന്ന എല്ലാ വസ്തുക്കളും മൈന്യൂട്ട് പാർട്ടിക്കിളായിട്ടുള്ള മോളിക്യൂൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നമ്മൾ പഠിച്ചു. ഈ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ്. അപ്പോൾ ഈ ആറ്റംസ് വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണോ? നമ്മുടെ
ഏതൊരു വസ്തുവിലും വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണോ? അല്ല, അവർ തമ്മിൽ ഇങ്ങനെ കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. പക്ഷെ എങ്ങനെയാണ് ഇത് കമ്പൈൻ ചെയ്തിട്ടുള്ളത്? എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? അതുപോലെ വൈ ഡു ആറ്റംസ് കമ്പൈൻ ടുഗദർ? ഇതെന്തിനാണ് ഇങ്ങനെ കമ്പൈൻ ചെയ്യുന്നത്? അവർക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നാൽ മതില്ലേ? എന്തിനാണ് ഇങ്ങനെ കമ്പൈൻ ചെയ്യുന്നത്? കമ്പൈൻ ചെയ്താലല്ലേ നമുക്ക് ഓരോ സബ്സ്റ്റൻസ് കിട്ടും അല്ലേ? ഇപ്പോൾ വാട്ടർ ആണെങ്കിലും ഹൈഡ്രജനും ഓക്സിജനും ഇങ്ങനെ കമ്പൈൻ ചെയ്താലേ കിട്ടൂ. വെറുതെ ഇങ്ങനെ ഹൈഡ്രജനും ഓക്സിജനും അവിടെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നമുക്ക് വാട്ടർ കിട്ടില്ല. സോ എന്തിനാണ് കമ്പൈൻ ചെയ്യുന്നത് അവർ? ആരെങ്കിലും പറഞ്ഞിട്ടാണോ? ദെൻ ഡു ആറ്റംസ് ഓൾവേസ് കമ്പൈൻ ഇൻ ദ സെയിം മാനർ? ഈ എല്ലാ ആറ്റംസും നമ്മൾ പഠിച്ചു, ഈ ലോകത്ത് കാണുന്ന എല്ലാ വസ്തുക്കളും ആറ്റംസ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ ഈ ആറ്റംസ് എല്ലാതും ഇങ്ങനെ കമ്പൈൻ ചെയ്യുന്നത് എല്ലാവരും ഒരേപോലെയാണോ കമ്പൈൻ ചെയ്തിരിക്കുന്നത്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? ഹൗ ആർ ദ ആറ്റംസ് ഇൻ മോളിക്യൂൾസ് കമ്പൈൻ ടുഗെദർ? എങ്ങനെയാണ് ഈ മോളിക്യൂൾസിലെ ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നതെന്ന്? ഇതെല്ലാം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മൾ പഠിച്ചു നമ്മൾ കാണുന്ന എല്ലാ വസ്തുക്കളും കമ്പൈൻ ചെയ്തിട്ട് മോളിക്യൂൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നൊക്കെ പഠിച്ചു. ഇനി ഈ മോളിക്യൂൾസ് എങ്ങനെ കമ്പൈൻ ചെയ്യുന്നുണ്ടോ അതോ വെറുതെ ഇരിക്കുകയാണെന്നൊക്കെ നിങ്ങൾ എപ്പോഴും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആറ്റംസിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് സ്റ്റെബിലിറ്റി. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള വേർഡാണ് അല്ലേ? എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചു ഇലക്ട്രോൺസിനെ ആറ്റത്തിൽ ഇലക്ട്രോൺസിനെ ഷെൽസിനുള്ളിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലൂടെ നമ്മൾ പഠിച്ചത്. വളരെ വൃത്തിയായിട്ട് നല്ല ഈസിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. KLMN എക്സെട്ര എന്ന ഷെല്ലുകളിലെ ഫസ്റ്റ് ഷെല്ലിൽ K ഷെല്ലിൽ 2 പോവും, 8, 18 എക്സെട്ര അങ്ങനെ നമ്മൾ പഠിച്ചു. സോ ഇപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കുന്നത് അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റി എന്നുള്ള വേർഡ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ ആറ്റംസിനെ ഡിസ്കസ് ചെയ്യുമ്പോൾ സ്റ്റെബിലിറ്റി എന്ന വേർഡ് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇത് പഠിക്കുന്നത്. സോ സ്റ്റെബിലിറ്റി എന്താണ്? സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മലയാളത്തിൽ സ്ഥിരത എന്നൊക്കെ പറയും. നമ്മൾ സ്റ്റേബിളായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആരടുത്തൊന്നും ഒന്നും വാങ്ങിക്കാനും ഇല്ല, ആർക്കും ഒന്നും കൊടുക്കാനും ഇല്ല. ഭയങ്കര സ്റ്റേബിളായിട്ട് നമുക്കൊന്നും വേണ്ട, നമ്മളിങ്ങനെ സ്റ്റേബിളായിട്ടിരിക്കുക. എല്ലാം നമുക്കുണ്ട്, ഇനി ആരൊന്നും തരേണ്ട ആവശ്യമില്ല, നമ്മൾ ആർക്കും ഒന്നും കൊടുക്കാനും ഇല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഈ സ്റ്റേബിൾ അഥവാ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും സ്റ്റെബിലിറ്റിയും തമ്മിൽ എന്താ റിലേഷൻ എന്ന് നോക്കാം. ഇവിടെ തന്നെ ഹെഡിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ മനസ്സിലായി ഇലക്ട്രോണിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്റ്റെബിലിറ്റി ഇരിക്കുന്നത് എന്ന്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഇലക്ട്രോൺസും സ്റ്റെബിലിറ്റിയും ഒരു ആറ്റത്തിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. ആറ്റത്തിനകത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ആ ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയും തമ്മിൽ എന്തോ റിലേഷൻ ഉണ്ട്. അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ വിചാരിക്കും ആറ്റത്തിനും സ്റ്റെബിലിറ്റി ഉണ്ടോ എന്നൊക്കെ. ആറ്റത്തിനും സ്ഥിരതയുണ്ടോ? ആറ്റത്തിനൊന്നും ആർക്കും കൊടുക്കാനുമില്ല, ഇവിടെ നിന്നൊന്നും വാങ്ങിക്കാനുമില്ല, അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. യെസ്, ആറ്റത്തിനുണ്ട്. ഓക്കെ, സോ അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ്, ആറ്റംസ് കമ്പൈൻ ടു ഫോം മോളിക്യൂൾസ് ഇൻ ഓർഡർ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി. അപ്പോൾ ആറ്റംസ് എന്തിനാണ് മോളിക്യൂൾസ് ഫോം ചെയ്യുന്നതെന്നറിയൂ? അതെന്തിനാണ്? അറ്റൈൻ സ്റ്റെബിലിറ്റി. ആറ്റത്തിന് ഒരു സ്ഥിരത നേടാൻ വേണ്ടിയിട്ടാണ് ആറ്റംസ് മോളിക്യൂൾസായിട്ട് ഫോം ചെയ്യുന്നത്. ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് മോളിക്യൂളായി മാറുന്നത് എന്തിനാണ്? ആ ആറ്റത്തിന് നല്ല സ്റ്റേബിളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ വാട്ടറിൻ്റെ കേസ് എടുക്കാം. അപ്പോൾ വാട്ടറിൽ ഏതൊക്കെ ആറ്റംസ് കാണും? ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. നേരത്തെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, എന്തിനാണ് ഈ ആറ്റംസൊക്കെ കമ്പൈൻ ചെയ്യുന്നതെന്ന്. നിങ്ങളെപ്പോഴും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചില്ലേ നിങ്ങളടുത്ത്? ഇപ്പോൾ അതിനുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ആറ്റംസ് കമ്പൈൻ ടു ഫോം മോളിക്യൂൾസ് ഇൻ ഓർഡർ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി. ആറ്റത്തിന് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നത്. ഇപ്പോൾ വാട്ടർ നോക്കുകയാണെങ്കിൽ അതിൽ ഹൈഡ്രജനും ഓക്സിജനും H2O ആണ് വാട്ടർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ 2 ഹൈഡ്രജനും 1 ഓക്സിജനും ഇങ്ങനെ
കമ്പൈൻ ചെയ്തിട്ട് അവർ സ്റ്റേബിളായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ 2 ഹൈഡ്രജനും 1 ഓക്സിജനും വന്നാലാണ് ആ വാട്ടറിൻ്റെ മോളിക്യൂള്, ആ വാട്ടറിൻ്റെ ആറ്റംസ് ഇങ്ങനെ സ്റ്റേബിൾ ആവുള്ളൂ. അതുകൊണ്ടാണ് അതിനാണ് മോളിക്യൂൾസ്. അപ്പോൾ അവിടെ ആ മോളിക്യൂൾസ് ഫോം ചെയ്തപ്പോൾ അവർ സ്റ്റേബിളായി. ഇനി അവർക്കൊന്നുമില്ല, അവരൊരു ബോണ്ടായിട്ട് അവിടെ നിൽക്കുകയാണ്, H2O എന്ന. അപ്പോൾ അവർക്ക് എല്ലാതും കിട്ടിയിട്ടുണ്ട്, അവർ സ്റ്റേബിളായിട്ട്. ഇനി അവർക്ക് ആർക്കൊന്നും കൊടുക്കാനും ഇല്ല, ഇനി ആരുടെ അടുത്തൊന്നും വാങ്ങിക്കാനും ഇല്ല. സോ അവർ സ്റ്റേബിളായി. അപ്പോൾ ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നത് എന്തിനാണ്? ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് മോളിക്യൂൾസ് ആവുന്നത് എന്തിനാണ്? അറ്റൈൻ സ്റ്റെബിലിറ്റി. അവർക്ക് സ്ഥിരത വരാൻ വേണ്ടിയിട്ടാണ് അവർ മോളിക്യൂൾസ് ആയിട്ട് മാറുന്നത്. അങ്ങനെ മാറിയ കാരണമാണ് ഓരോ വസ്തുക്കളും ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ആറ്റംസ് എല്ലാവരും ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടാകുമായിരുന്നോ ഭൂമിയിൽ? ഇല്ല. ആറ്റംസ് ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് മോളിക്യൂൾസ് ആയതുകൊണ്ടാണ് ഓരോ വസ്തുക്കളും നമ്മൾ കാണുന്നത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് കാണിച്ചു തന്ന പൂക്കളും പുഴകളും മലകളും മഞ്ഞുകളും അതെല്ലാത്തിലും അതിൻ്റേതായിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ടല്ലോ. അതിലുള്ള ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് അവരുടേതായിട്ടുള്ള മോളിക്യൂൾസ് ഫോം ചെയ്ത കാരണമാണ് നമുക്ക് ഈ ഓരോ വസ്തുക്കളും കാണുന്നത്. ഓക്കെ, സോ എന്തിനാണ് ഈ ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. എന്തിനാണ്? അവർക്ക് സ്റ്റെബിലിറ്റി, സ്ഥിരത വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് മോളിക്യൂൾസ് ആയിട്ട് മാറുന്നത്. അവർക്ക് അങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് അവർ സ്റ്റേബിളായിട്ട് ഇരിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് അവർ കമ്പൈൻ ചെയ്യുന്നത്, മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത്. ദെൻ ദ എലമെൻറ്റ്സ് ഇൻ ഗ്രൂപ്പ് 18 ഓഫ് പീരിയോഡിക് ടേബിൾ ആർ നോബിൾ ഗ്യാസസ് ഓർ ഇനേർട്ട് ഗ്യാസസ്. അപ്പോൾ നമ്മൾ പീരിയോഡിക് ടേബിൾ പഠിച്ചിട്ടുണ്ട്, 8th സ്റ്റാൻഡേർഡിൽ നമ്മൾ പീരിയോഡിക് ടേബിൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഓർക്കുന്നുണ്ടോ? സോ ആ പീരിയോഡിക് ടേബിളിൽ ഓരോ എലമെൻറ്റ്സിനെ നമ്മൾ ഗ്രൂപ്പുകളാക്കിയിട്ടുണ്ട്. 1 to 18 18 ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഗ്രൂപ്പ് 18 ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, ഈ ഗ്രൂപ്പ് 18-ലെ എലമെൻറ്റ്സിന് എന്താണെന്നറിയോ നമ്മൾ പറയാറ്? നോബിൾ ഗ്യാസസ് ഓർ ഇനേർട്ട് ഗ്യാസസ് എന്ന് പറയും. അപ്പോൾ ഇതാണ് പീരിയോഡിക് ടേബിൾ. ഇവരെ ഒന്ന് നോക്കാം. എവിടെ? ഇതാണ് ഗ്രൂപ്പ് 18. ഇത് ഇവിടെ കണ്ടോ 18 ഒന്ന് കൊടുത്തിട്ടുള്ളത്. ഇത് ഇവിടെ 1 2 3 4 5 6 7 8 അങ്ങനെ 18 വരെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഗ്രൂപ്പുകളാണ് കേട്ടോ. സോ ഇതാണ് 18th ഗ്രൂപ്പ്. നമ്മൾ ഇപ്പോൾ ഈ 18th ഗ്രൂപ്പിലെ എലമെൻറ്റ്സിനെയാണ് നമ്മൾ എടുക്കുന്നത്. ഇവരെ എന്താണ് പറയുന്നതെന്നറിയോ? നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ്. ഇനേർട്ട് ഗ്യാസ് എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുന്നവർ. അവർ ഒരു പണിക്കും പോവില്ല, വെറുതെ ഇങ്ങനെ മടിയന്മാരായിട്ടിരിക്കുന്ന ഗ്യാസുകളാണ് ഇവർ. ഓക്കെ, ഗ്രൂപ്പ് 18 എലമെൻറ്റ്സ്. ഓക്കെ, അവരെ ഇനേർട്ട് ഗ്യാസസ്, അലസന്മാർ എന്നൊക്കെയാണ് നമ്മൾ വിളിക്കാറ്. ആരെയാണ് നമ്മൾ അലസന്മാർ എന്നൊക്കെ പറയുന്നത്? മടിയന്മാർ. അവർ എങ്ങോട്ടും പോവില്ല, ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇങ്ങനെ ഇരിക്കും, മടി പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. അവർ ഒരു കളിക്കാനും പോവില്ല, ഒന്നിനും പോവില്ല. അവരിങ്ങനെ എപ്പോഴെങ്കിലും പോയാൽ പോയി, അത്രയേ ഉള്ളൂ. അല്ലാതെ അവർ ഒരു പണിക്കും പോവില്ല, ഇങ്ങനെ വെറുതെ ഇരിക്കുന്നവരാണ് നമ്മൾ മടിയന്മാരെന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ പീരിയോഡിക് ടേബിളിലുണ്ട് കുറച്ച് മടിയന്മാർ, അതാണ് ഇവർ. ഓക്കെ, ഇവരെന്ത് പറയും? ഇനേർട്ട് ഗ്യാസ് അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് എന്ന് പറയും. ഏതാണ് ഗ്രൂപ്പ്? അവിടെ 18th ഗ്രൂപ്പാണ്, ലാസ്റ്റ് ഗ്രൂപ്പാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇനേർട്ട് ഗ്യാസസ്. ഇനി എന്തുകൊണ്ടാണ് ഇവരെ മടിയന്മാരെന്നൊക്കെ പറയുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിച്ച അതേ ക്വസ്റ്റ്യനാണ്. വാട്ട് മൈ ബി ദ റീസൺ ഫോർ കോളിങ് ദം? സോ എന്തുകൊണ്ടാണ് ഇവരെ ഇനേർട്ട് ഗ്യാസ് അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് എന്നൊക്കെ പറയുന്നത് എന്നറിയോ? നമുക്കതിനെക്കുറിച്ച് നോക്കാം. നമ്മൾ പീരിയോഡിക് ടേബിൾ നമ്മൾ കണ്ടു. ഏതൊക്കെയാണ് ആ ഗ്യാസസ്? കണ്ടില്ലല്ലോ. ഫസ്റ്റ് ഏതാ? ഹീലിയം. രണ്ടാമത്തെ എലമെൻ്റ് ആണ് കേട്ടോ. അതെങ്ങനെ രണ്ടാമത്തേതായത്? ഫസ്റ്റ് ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, അത് നേരെ പോകുന്നത് ഇവിടെയാണ്, ഹീലിയം രണ്ടാമത്തേത്. പിന്നെ പോകുന്നത് മൂന്നാമത്തേത് ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ. ഇങ്ങനെയാണ് പീരിയോഡിക് ടേബിൾ നോക്കേണ്ടത്. ഓക്കെ, സോ സെക്കൻഡ് ഹീലിയം ഉണ്ട്. ഇനേർട്ട് ഗ്യാസുകളിൽ ഫസ്റ്റത്തത് ഗ്രൂപ്പ് 18-ലെ ഫസ്റ്റ് എലമെൻറ്റ് ഹീലിയം. ദെൻ നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റാഡോൺ എക്സെട്ര അങ്ങനെ പോകുന്നു. ദെൻ ഇനി നമുക്ക് ഇവരെക്കുറിച്ചൊന്ന് നോക്കാം. എലമെൻറ്റ്
അതിൻ്റെ ആറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്, ഇലക്ട്രോണിക് കോൺഫിഗറേഷനും തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഏതാ നമ്മൾ ഇതൊക്കെ ഇനേർട്ട് ഗ്യാസസ് ആണ് കേട്ടോ. ആ ഗ്രൂപ്പ് 18-ലുള്ള ഗ്യാസുകളാണ് ഇതെല്ലാം. അപ്പോൾ ഹീലിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 2. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനോ 2. എങ്ങനെ നമുക്ക് കിട്ടിയത്? ആറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ അത് എന്തിനോട് ഈക്വലാണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അപ്പോൾ നമ്പർ ഓഫ് എത്ര പ്രോട്ടോൺസ് ഉണ്ടോ അത്ര തന്നെയും ഇലക്ട്രോൺസ് കാണും. അപ്പോൾ ഇലക്ട്രോൺസ് കണ്ടാലാണ് എത്ര ഉണ്ടെന്ന് അറിഞ്ഞാലാണ് നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വളരെ ഈസി ആയിട്ട് എഴുതാം. ആറ്റോമിക് നമ്പറിന് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ വളരെ വൃത്തിയായിട്ട് പഠിച്ചതാണ്. ദെൻ നെക്സ്റ്റ് ഗ്യാസ് ഏതാണ്? നിയോണിൻ്റെ ആറ്റോമിക് നമ്പർ 10. ദെൻ എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുന്നത്? കെ എന്ന ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് പോവും. ദെൻ ബാക്കിയുള്ളത് മുഴുവൻ സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ പോവും. അപ്പോൾ ബാക്കി ഇലക്ട്രോൺസ് ഒന്നുമില്ല, അവർ ഫുള്ളായിട്ടുണ്ട്. ദെൻ ആർഗണിന് 18 ആറ്റോമിക് നമ്പർ. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതും? 2, 8, 8. നമ്മൾ ഒരു ഫോർമുല പഠിച്ചിരുന്നു 2n². അത് നോക്കിയിട്ടാണ് നമ്മൾ KLM അങ്ങനെ ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് പോകും എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ദെൻ ക്രിപ്റ്റോണിൻ്റെ 36 ആണ് ആറ്റോമിക് നമ്പർ. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 18, 8. ഓക്കെ. ദെൻ സെനോൺ ഇതിൽ 54 ആണ് ആറ്റോമിക് നമ്പർ. 2, 8, 18, 18, 8. ഓക്കെ. ദെൻ റാഡോൺ അതിൻ്റെ 86, 2, 8, 18, 32, 18, 8. ഓക്കെ. സോ ഇതെല്ലാം നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? ഈ ഹീലിയത്തിനെ അവിടെ നിർത്തൂ, ഹീലിയത്തിനെ നോക്കണ്ട, ബാക്കിയുള്ളതെല്ലാതും നോക്കൂ. ഈ കാണിച്ചിരിക്കുന്നത് 2 എന്ന് ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് എന്താ? ഫസ്റ്റ് ഷെല്ല്. ദെൻ ഇതിൻ്റെ ലാസ്റ്റ് ഷെല്ലുകൾ നോക്കൂ. ഔട്ടർ മോസ്റ്റ് ഷെല്ലുകളാണല്ലോ നമ്മൾ ഈ നിറച്ചിട്ടുള്ള ഇലക്ട്രോൺസ് അല്ലാതിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഷെല്ല് ഏതായിരിക്കും? ലാസ്റ്റ് കാണുന്ന നമ്പർ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലാസ്റ്റ് കാണുന്ന ഔട്ടർ മോസ്റ്റ് ഷെല്ലും നോക്കൂ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന്. 8 ഇലക്ട്രോൺസ്. ഇവരുടെ എല്ലാവരുടെയും 8 ഇലക്ട്രോൺസ് ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത്. സോ നിങ്ങളിപ്പോൾ ഒരു റൂൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ ഒരു പ്രിൻസിപ്പൾ പഠിച്ചിരുന്നു. എവിടെ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിരുന്നു ഓരോ ഷെല്ലുകളിലും 2n² എന്ന ഫോർമുല ഉപയോഗിച്ച് നമ്മൾ ഇലക്ട്രോൺസിനെ ഫിൽ ചെയ്യുന്നു. അതുപോലെ തന്നെ പിന്നീട് പഠിച്ചത് എനർജി ലെവൽ ബേസ് ചെയ്തിട്ടാണ്. കെ എന്ന ഷെല്ലിൽ ലോ എനർജി ആയതുകൊണ്ട് അതാണ് ഏറ്റവും ഫസ്റ്റ് ഫില്ല് ചെയ്യുക. പിന്നെ ബാക്കിലേക്ക് പോകുന്നു. ദെൻ അത് പഠിച്ചു. പിന്നെ മൂന്നാമതൊരു പ്രിൻസിപ്പൾ നമ്മൾ പഠിച്ചു. അതിവിടെ നിങ്ങൾക്ക് മനസ്സിലാവും. അന്ന് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഇതിന് കൂടുതൽ എക്സാമ്പിൾസ് പഠിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ പറഞ്ഞത് എന്താണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എല്ലാ ആറ്റത്തിൻ്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലുകളിൽ 8 ഇലക്ട്രോൺസ് ആണ് ഉള്ളതെന്നാണ് അവിടെ പറഞ്ഞ പ്രിൻസിപ്പൾ. ഇത് ഇവിടെ നോക്കുമ്പോൾ അത് കറക്റ്റായില്ലേ? ഈ ആറ്റംസിൻ്റെ ഒക്കെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആണുള്ളത്. സോ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ടേബിളിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. How many electrons are present in the outermost shell of these elements except in the case of helium? ഹീലിയത്തിന് ഒഴികെ എത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ? യെസ്, 8 ഇലക്ട്രോൺസ് നമ്മൾ കണ്ടു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് എൻ ആറ്റം? ഒരു എലമെൻറ്റിൻ്റെ ആറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ മാക്സിമം നമ്പർ പോകുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്രയാണ്? യെസ്, 8 ഇലക്ട്രോൺസ്. ഇത് നമ്മൾ ആ പ്രിൻസിപ്പളിൽ നിന്ന് പഠിച്ചിരുന്നു. സോ ഇനി ഒക്ടക്ട് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, ഇതിനെ നമ്മൾ എന്ത് പറയുന്നറിയോ? ഒക്ടക്ട് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയും. എന്തിനെ? ഈ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ, 8 എന്തിനെ നമ്മൾ ഒക്ടക്ട് എന്ന് വിളിക്കുന്നു. ഒക്ടക്ട് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നു. എന്താണ് ഈ ഒക്ടക്ട് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് നമുക്ക് നോക്കാം. The arrangement of 8 electrons in the outermost shell of atoms is called octet electron configuration. എന്താണ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ്? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്
8 ഇലക്ട്രോൺസ്. ഇതിനെയാണ് നമ്മൾ ഓക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഈ ഫിഗർ നോക്കാം. ഈ ഫിഗറിൽ കണ്ടോ 2-8 നിയോൺ എന്നത് ആറ്റത്തിൻ്റെ ബോർ മോഡലാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. അതുപോലെ ആർഗണിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. ദെൻ അടുത്ത ക്രിപ്റ്റോണിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ അറേഞ്ച് ചെയ്തിട്ടുള്ളതിനെയാണ് നമ്മൾ ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഇനി ഹീലിയത്തിൻ്റെ കേസ് എടുത്താലോ. ഹീലിയത്തിന് എത്ര ഷെല്ലുണ്ട്? 1 ഷെല്ലാണ്. ഹീലിയത്തിന് 1 ഷെല്ലാണുള്ളത്. ആ 1 ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് കൊള്ളും? കെ എന്ന ഷെല്ലിൽ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്ര പോകും? 2 എണ്ണം. അപ്പോൾ ആ 2 എണ്ണം കിട്ടിയ ഹീലിയം സ്റ്റേബിളാണ്. ഹീലിയത്തിന് ഇനി വേറെ ഒന്നും വേണ്ട, വേറെ ഷെല്ലുകളില്ലല്ലോ. അതുകൊണ്ട് ഹീലിയവും സ്റ്റേബിളാണ്. അതിനെന്ത് പറയും? ഡ്യൂപ്ലെറ്റ് എന്ന് പറയും. ഓക്കെ, ഡ്യൂപ്ലെറ്റ്. അതിന് 2 ഒക്ടറ്റ് അല്ല. ഒക്ടറ്റ് എന്ന് പറയുമ്പോൾ 8, അത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ. ഇത് ഡ്യൂപ്ലെറ്റ് എന്ന് പറയുമ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ. ഓക്കെ, ഹീലിയമാണ് ഒരു എക്സാമ്പിൾ. ദെൻ ഇനി നമുക്ക് നോക്കാം. ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇൻ ആൻ ആറ്റം ഈസ് സ്റ്റേബിൾ അറേഞ്ച്മെൻറ്റ്. നമ്മൾ പഠിച്ചു. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സ്റ്റെബിലിറ്റിയും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോ നോക്കാനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ പറയുന്നത് എന്താണ്? ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇൻ ആൻ ആറ്റം ഈസ് എ സ്റ്റേബിൾ അറേഞ്ച്മെൻറ്റ്. ഒരു ആറ്റത്തിൻ്റെ സ്റ്റേബിൾ ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷനാണ്. ഈ 8 ഇലക്ട്രോണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ വന്നാൽ ആ ആറ്റം സ്റ്റേബിളായി. ഈ ക്രിപ്റ്റോൺ എന്ന ആറ്റം സ്റ്റേബിളാണ്. കാരണം അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. ആർഗണും അതുപോലെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. നിയോണും 8 ഇലക്ട്രോൺ ഉണ്ട് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ. അപ്പോൾ ഈ 3 ആറ്റങ്ങളും സ്റ്റേബിളാണ്. അപ്പോൾ ഒരു ആറ്റത്തിന് സ്റ്റേബിളാണെന്ന് പറയണമെങ്കിൽ അതിന് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വേണം. എന്ന് വെച്ചാൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ വേണം. അതാണ് പറയുന്നത്. ഹീലിയത്തിന് 2 ഇലക്ട്രോൺ ഉള്ളൂ. അത് മാത്രമല്ല, 1 ഷെല്ലുള്ളൂ, അതിൽ 2 എണ്ണം മാക്സിമം പോവും. അതുകൊണ്ട് തന്നെ ഹീലിയം എന്ന് പറയുന്നത് സ്റ്റേബിളാണ്. ഓക്കെ, നമുക്ക് നോക്കാം. നോബിൾ ഗ്യാസസ് പോസസ് ദിസ് അറേഞ്ച്മെൻറ്റ് ആൻഡ് ഹെൻസ് ആർ സ്റ്റേബിൾ. നമ്മൾ പറഞ്ഞു നോബിൾ ഗ്യാസ്. ഇപ്പോൾ കണ്ട നോബിൾ ഗ്യാസ്, ഇനേർട്ട് ഗ്യാസസിന് ആ ടേബിളിൽ നമ്മൾ കണ്ടല്ലോ. ഫസ്റ്റ് പീരിയോഡിക് ടേബിൾ ഇനേർട്ട് ഗ്യാസസ് 18th ഗ്രൂപ്പിൽ എവിടെ ഇരിക്കുന്നത് നമ്മൾ കണ്ടു? ലാസ്റ്റിൽ ഇരിക്കുന്നതാണ്. അവരെല്ലാവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുമ്പോൾ ഹീലിയം ഒഴികെ ബാക്കി എല്ലാത്തിനും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ അവർ സ്റ്റേബിളാണ്. അവർക്കിനി ആരുടെ ഒന്നും വാങ്ങിക്കാനുമില്ല, ഒന്നും കിട്ടാനുമില്ല. യെസ്, അതുകൊണ്ടാണ് അവരെ ലേസി എലമെൻറ്റ്സ് അല്ലെങ്കിൽ അലസന്മാരെന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, അവർക്കിനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. Therefore, normally these gases do not take part in chemical reaction. അതുകൊണ്ട് തന്നെ ഈ ഗ്യാസസ് കെമിക്കൽ റിയാക്ഷനിലൊന്നും പങ്കെടുക്കില്ല. കാരണം എന്താ? അവർക്കിനി ഒന്നും കിട്ടാനൊന്നുമില്ല. അപ്പം എന്തിനായിരിക്കും ഓരോ ആറ്റംസും കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്? എന്തിനായിരിക്കും? അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാനുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ട്. അതിനാണ് അവർ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. ഈ നോബിൾ ഗ്യാസിന് അതിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം അവർ സ്റ്റേബിളാണ്. അവർക്കിനി ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവരാരായിട്ടും കൂട്ടുകാണാനൊന്നും പോണില്ല. അവരവിടെ ഇരിക്കും. ഒരു കെമിക്കൽ റിയാക്ഷനിൽ അവർ പങ്കെടുക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് അവരെ നമ്മൾ നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് എന്ന് പറയുന്നത്. ഇനി ഹീലിയത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ദ ഹീലിയം ആറ്റം കണ്ടെയ്ൻസ് ഓൺലി 1 ഷെൽ. നേരത്തെ പറഞ്ഞതാണ് ഹീലിയം ആറ്റത്തിൽ ആകെ 1 ഷെല്ലല്ലോ. ആ ഷെല്ലിലെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ദ ഫസ്റ്റ് ഷെൽ ഈസ് 2. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഷെൽ എന്ന ഷെല്ലിലെ മാക്സിമം നമ്പർ എത്ര പോവും? ഇലക്ട്രോൺസ് 2 എണ്ണം പോവും. ഹീലിയം ആറ്റത്തിന് ആകെ 2 ഇലക്ട്രോൺ ഉള്ളൂ. അപ്പോൾ അത് ആ ഷെല്ല് ഫുള്ളാണ്. പിന്നെ ഇനി ആരുടെ എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ? ഇല്ല, ആ ഷെല്ല് ഫുള്ളാണ്. അതുകൊണ്ട് ഹീലിയം ആറ്റം സ്റ്റേബിളാണ്. ഓക്കെ, hence the duplet electronic configuration of helium is stable. അതുകൊണ്ട് ഡ്യൂപ്ലെറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നാണ് പറയുന്നത്. ഹീലിയത്തിൻ്റെ അത് സ്റ്റേബിൾ ആണ്. ഓക്കെ, ദെൻ
നമുക്ക് നോക്കാം. ഇനി നെക്സ്റ്റ് എലമെൻറ്റ്സ്. ഇവിടെ ഏതൊക്കെയാണ് എലമെൻറ്റ്സ് തന്നിട്ടുള്ളത്? മാഗ്നീഷ്യം തന്നിട്ടുണ്ട്, ഓക്സിജൻ, സോഡിയം, ക്ലോറിൻ. ഇവരെല്ലാം ആറ്റോമിക് നമ്പറും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കൊന്ന് നോക്കാം. മാഗ്നീഷ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ 12 ആണ്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 2, 8, 2. ദെൻ നെക്സ്റ്റ് ഓക്സിജൻ്റെ 8 ആണ് ആറ്റോമിക് നമ്പർ. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 6. ദെൻ സോഡിയത്തിൻ്റെ 11 ആണ് ആറ്റോമിക് നമ്പർ, 2, 8, 1. ദെൻ ക്ലോറിൻ 17 ആറ്റോമിക് നമ്പർ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 7. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഔട്ടർമോസ്റ്റ് ഷെല്ലൊന്ന് നോക്കൂ നിങ്ങൾ. ഔട്ടർമോസ്റ്റ് ഷെല്ലെന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്ന നമ്പർ. അപ്പോൾ ഇവിടെ ഏതാണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ? മാഗ്നീഷ്യത്തിൻ്റെ 2 ആണ് വന്നിട്ടുള്ളത്, ഓക്സിജൻ്റെ 6 ആണ്, സോഡിയത്തിൻ്റെ 1 ആണ്, ക്ലോറിൻ്റെ 7 ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചു ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഒരാറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയും സ്ഥിരതയും തമ്മിൽ റിലേഷൻ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. എന്താ റിലേഷൻ? ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വന്നാലാണ് ആ ആറ്റം സ്റ്റേബിൾ ആവുകയുള്ളൂ. ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ വേണം. ഇവിടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ കാണുന്നുണ്ടോ നിങ്ങൾ? അപ്പോൾ ഈ തന്നിരിക്കുന്ന എലമെൻറ്റ്സ് എല്ലാതും ഇവരുടെ എല്ലാം ആറ്റംസ് സ്റ്റേബിൾ ആണോ? ഇല്ല, ഒരിക്കലും സ്റ്റേബിൾ അല്ല. എന്തുകൊണ്ടാണ്? ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടെ വന്നിട്ടില്ല. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇവിടെ 8 ഇലക്ട്രോൺസ് ഇല്ല. ഒന്നിൽ 2 ആണ്, ഒന്നിൽ 6 ആണ്, ഒന്നിൽ 1 ആണ്, ഒന്നിൽ 7 ആണ്. സോ ഇവർ സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം എന്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും? യെസ്, ഇവർ കെമിക്കൽ റിയാക്ഷനിൽ ഇവർ പങ്കെടുക്കും. അങ്ങനെ കെമിക്കൽ റിയാക്ഷനിൽ ഇവർ നടക്കുന്നത്. അങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷനിൽ ഇവർ പങ്കെടുക്കുന്നത്. എന്തിനാണ് അപ്പോൾ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്? അവർക്ക് സ്റ്റേബിൾ ആവണം. അവരിപ്പോൾ സ്ഥിരതയില്ല, അവർക്ക് സ്ഥിരതായി നിൽക്കാൻ അവർക്ക് ഇലക്ട്രോൺസിൻ്റെ കുറവുണ്ട്. ഇലക്ട്രോൺസ് 8 എണ്ണം ആയാലാണ് സ്റ്റേബിൾ ഉള്ളൂ. അവർക്കെല്ലാം ഇലക്ട്രോൺസിൻ്റെ കുറവുണ്ട് അല്ലേ? അപ്പോൾ അവർക്ക് എവിടുന്നെങ്കിലൊക്കെ ഇലക്ട്രോൺസ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് അവർ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഡു ദ ആറ്റംസ് ഇൻ ദ ടേബിൾ ഹാവ് സ്റ്റെബിലിറ്റി? വൈ? ഉണ്ടോ? ഞാൻ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ. നോ, ബിക്കോസ് ദെയർ ഔട്ടർമോസ്റ്റ് ഷെൽ ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഫിൽഡ്. നോട്ട് ഇൻ ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. അവിടെ ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അല്ല, അവർ സ്റ്റേബിൾ അല്ല, അവർ ഔട്ടർമോസ്റ്റ് ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ല. ഇഫ് നോട്ട്, ഹൗ ഡു ദേ അറ്റൈൻ സ്റ്റെബിലിറ്റി? പിന്നെ എങ്ങനെയാണ് അവർക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നത്? ലെറ്റ് സി, നമുക്ക് കാണാം. ഓക്കെ, അവരെങ്ങനെയാണ് സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നത്? കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുത്തിട്ട്. ഓക്കെ, ഇനി അതിനെക്കുറിച്ച് നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. കെമിക്കൽ ബോണ്ടിങ്, നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് കെമിക്കൽ ബോണ്ടിങ്. ഇവിടെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. എന്താണ് ഈ കെമിക്കൽ ബോണ്ടിങ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന്? ആറ്റംസ് അക്വയർ സ്റ്റെബിലിറ്റി ബൈ അറ്റൈനിങ് ആൻ 8 ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇൻ ദയർ വാലൻസ് ഷെൽ ത്രൂ കെമിക്കൽ ബോണ്ടിങ്. അപ്പോൾ വാലൻസ് ഷെൽ, ഇവിടെ പുതിയൊരു വേർഡ് വന്നു, വാലൻസ് ഷെൽ. എന്താ വാലൻസ് ഷെൽ എന്ന് പറയൂ? യെസ്, ഔട്ടർമോസ്റ്റ് ഷെല്ലിനെ നമ്മൾ വാലൻസ് ഷെൽ എന്ന് പറയും. ഓക്കെ, ഔട്ടർമോസ്റ്റ് ഷെല്ലാണ് വാലൻസ് ഷെൽ. അപ്പോൾ ആറ്റംസ് എങ്ങനെയാണ് സ്റ്റേബിൾ ആവുന്നത്? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വന്നാലാണ്, ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വന്നാലാണ് ആ വാലൻസ് ഷെല്ല് സ്റ്റേബിൾ ആവുകയുള്ളൂ. ഇവിടെ ആറ്റംസ് എങ്ങനെയാണ് സ്റ്റേബിൾ ആവുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്? കെമിക്കൽ ബോണ്ടിങ്ങിലൂടെയാണ് ഒരു ആറ്റം സ്റ്റേബിൾ ആവുന്നത്. ഒരു ആറ്റംസ് തമ്മിൽ സ്റ്റേബിൾ ആവുന്നത് ഈ കെമിക്കൽ ബോണ്ടിങ്ങിലൂടെയാണ്. അപ്പോൾ കെമിക്കൽ ബോണ്ടിങ് നടന്നാൽ എന്ത് സംഭവിക്കുന്നു? ഈ ഓരോ ആറ്റത്തിൻ്റെയും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആവുന്നു. ഓക്കെ, അവിടെ വാലൻസ് ഷെല്ല് 8 ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആവുന്നു. അപ്പോൾ അവർ സ്റ്റേബിളായി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ കുറേ ഫിഗേഴ്സ് കണ്ടിട്ടില്ലേ? ഇതെല്ലാം ആറ്റംസ് ബോണ്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇതൊരാറ്റമാണ്, ഇതൊരാറ്റമാണ്, ഇതൊരാറ്റമാണ്. ഇവർ സ്റ്റേബിളായി നിൽക്കുകയാണ്. ഇങ്ങനെ അവരുടെ ഇലക്ട്രോൺസിനെ 8 എണ്ണം ആക്കിയിട്ട് കഴിഞ്ഞിട്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഈ ഫിഗർ ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ റൈറ്റ് ദ നെയിം ഓഫ് ഫ്യൂ കോമ്പൗണ്ട്സ് ഫ്രം ദ ടേബിൾ. ഇപ്പോൾ നമ്മൾ നേരത്തെ തന്ന ടേബിൾ ഉണ്ടല്ലോ, ഏതാണ് ആ ടേബിൾ എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ദേ ഈ ടേബിൾ, ഇതിൽ നിന്ന് കുറച്ച് കോമ്പൗണ്ട്സിൻ്റെ പേര് എഴുതി നിങ്ങൾ. യെസ്, മാഗ്നീഷ്യം ക്ലോറൈഡ്, മാഗ്നീഷ്യം ക്ലോറിൻ തമ്മിൽ നമുക്ക് മാഗ്നീഷ്യം ക്ലോറൈഡ് എഴുതാം.
പിന്നെ നമ്മൾ വീട്ടിലൊക്കെ കറിയിലൊക്കെ യൂസ് ചെയ്യുന്നൊരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ കോമൺ സോൾട്ട്. അതിന് കെമിക്കൽ ഫോർമുല എന്താ? യെസ്, സോഡിയം ക്ലോറൈഡ്, NaCl. അതുണ്ടാക്കാൻ കഴിയും അല്ലേ? മാഗ്നീഷ്യം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്, ദെൻ വേറെ ഒന്നുകൂടി ഉണ്ടാക്കാമല്ലോ, മാഗ്നീഷ്യം ഓക്സൈഡ്. ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എന്താ പഠിച്ചത്? റൈറ്റ് ദ നെയിം ഓഫ് ഫ്യൂ കോമ്പൗണ്ട്സ് ഫ്രം ദ ടേബിൾ. നമ്മൾ കണ്ടു മാഗ്നീഷ്യം ക്ലോറൈഡ്, sodium chloride, magnesium oxide. Okay, then how are the atoms in this molecules held together? ഇപ്പോൾ നമ്മൾ ആ ടേബിളിൽ നിന്ന് നമ്മൾ കുറച്ച് കോമ്പൗണ്ട്സ് ഉണ്ടാക്കി. ഏതൊക്കെ? മാഗ്നീഷ്യം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്, മാഗ്നീഷ്യം ഓക്സൈഡ്, അതെല്ലാം ഉണ്ടാക്കിയല്ലോ. ഇതെങ്ങനെയാണ് ആറ്റംസ് അവർ കമ്പൈൻ ചെയ്ത് നിൽക്കുന്നതെന്നറിയോ? The attractive force that holds together the atoms in a molecule is called chemical bonding. ഇവിടെയാണ് നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ മീനിങ് പഠിക്കുന്നത്. ഒരു കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത് ഒരു അട്രാക്റ്റീവ് ഫോഴ്സാണ്, ഭയങ്കര ആകർഷണമായിട്ടുള്ള ഫോഴ്സാണ്, ഒരു ബലമാണ്. എന്തിന്? ആറ്റംസിനെ തമ്മിൽ ഇങ്ങനെ ഹോൾഡ് ടുഗെദർ, അവർ തമ്മിൽ ഇങ്ങനെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പൊക്കെ ഭയങ്കര ബോണ്ടാണ് പറയില്ലേ, അതായത് അവർ തമ്മിലുള്ള ഭയങ്കര ഗാഢമായിട്ടുള്ള ആ ഒരു ബോണ്ട്, ആ ഒരു ഫോഴ്സ്, അട്രാക്റ്റീവ് ഫോഴ്സ്. സോ ഇവിടെ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത് ആറ്റംസിനെ തമ്മിൽ അട്രാക്റ്റ് ചെയ്തിട്ട് നിർത്തുന്ന ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടർ എന്ന മോളിക്യൂൾ എടുത്താൽ ഹൈഡ്രജൻ, ഓക്സിജൻ, H2O, ഈ ഓരോ ഓക്സിജനും 2 ഹൈഡ്രജനും തമ്മിൽ ഭയങ്കര ടൈറ്റായിട്ട് ഭയങ്കര അട്രാക്റ്റ് ചെയ്തിട്ട് ഭയങ്കര ഫോഴ്സിൽ നിൽക്കുന്ന ആരാണ് ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്? ഈ കെമിക്കൽ ബോണ്ടിങ്, ഒരു അട്രാക്റ്റീവ് ഫോഴ്സാണ് ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്. അതിനെയാണ് നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കണ്ടോ ഇവിടെ CH4 ആ ഒരു ആറ്റത്തിൻ്റെ കാണിക്കുന്നത്. ഇവിടെ കാർബൺ സെൻറ്ററിലുണ്ട്, ഇവിടെ 4 ഹൈഡ്രജൻ ഉണ്ട്. ഈ 4 ഹൈഡ്രജനെയും ഈ കാർബൺ ആറ്റത്തെയും ഇങ്ങനെ ടൈറ്റായിട്ട് ഇങ്ങനെ ഭയങ്കര അട്രാക്റ്റീവ് ഫോഴ്സായിട്ട് നിർത്തുന്നത്, അതിനെയാണ് നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഇവിടെ ഇവരെ പിടിച്ച് നിർത്തുന്ന ഈ ഫോഴ്സ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കെമിക്കൽ ബോണ്ടിങ് എന്ന് വെച്ചാൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സാണ്. എന്തിനാണ് ആ ഫോഴ്സ് ഉള്ളത്? ആറ്റംസിനെ തമ്മിൽ ഇങ്ങനെ ബന്ധിപ്പിച്ച് നിർത്താൻ. എന്നിട്ടൊരു മോളിക്യൂൾ, ഇതിപ്പോൾ ഒരു മോളിക്യൂളാണല്ലോ CH4 എന്ന മോളിക്യൂൾ, അതിൽ എത്ര ആറ്റംസ് ഉണ്ട്? 5 ആറ്റംസ് ഉണ്ട്, ഒരു കാർബണും 4 ഹൈഡ്രജനും. ഇവർ തമ്മിൽ ഇങ്ങനെ അട്രാക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുക, ഇങ്ങനെ ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ആ അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കെമിക്കൽ ബോണ്ടിങ് 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. കെമിസ്ട്രിയിൽ തന്നെ കെമിക്കൽ ബോണ്ടിങ്ങിന് 2 ടൈപ്പ് നമ്മൾ പറയും. ഒന്നിനെ നമ്മൾ അയോണിക് ബോണ്ടിങ് എന്ന് പറയും, മറ്റേതിനെ നമ്മൾ കോവാലൻ്റ് ബോണ്ടിങ് എന്ന് പറയും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പുതിയ പുതിയ വേർഡ്സ് പഠിക്കുകയാണ്. എന്താണ് ഇനി അയോണിക് ബോണ്ടിങ്, എന്താണ് കോവാലൻ്റ് ബോണ്ടിങ്, ഇതെല്ലാം നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? കെമിക്കൽ ബോണ്ടിങ് ചാപ്റ്ററിൻ്റെ ഹെഡിങ് ഇപ്പോൾ മനസ്സിലായി, എന്താണെന്ന്? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണെന്ന് മനസ്സിലായി. ആറ്റംസിനെ തമ്മിൽ മോളിക്യൂൾസ് കൊണ്ടാണ് ഈ ലോകത്ത് കാണുന്ന എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്കറിയാം. ഈ മോളിക്യൂൾസ് തമ്മിൽ ഇങ്ങനെ, മോളിക്യൂൾസ് വെറുതെ ഇങ്ങനെ നിൽക്കുകയല്ല, ആറ്റംസ് വെറുതെ ഇങ്ങനെ നിൽക്കുകയല്ല, അത് മോളിക്യൂൾസ് ഫോം ചെയ്തിട്ടാണ് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ മോളിക്യൂൾസ് എന്തിനാണ് ഫോം ചെയ്യുന്നത്? ആറ്റംസിനെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത്. ആറ്റം എപ്പോഴാണ് സ്റ്റേബിൾ ആവുന്നത്? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വേണം, 8 ഇലക്ട്രോൺ വന്നാലാണ് സ്റ്റേബിൾ ആവുള്ളൂ. അപ്പോൾ അങ്ങനെ അവർ ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരാൻ വേണ്ടിയിട്ട് അവർ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നു, എന്നിട്ട് അവർ സ്റ്റേബിളായി നിൽക്കുന്നു. ഇങ്ങനെ ഇവർ ഈ സ്റ്റേബിളായി നിർത്താൻ വേണ്ടിയിട്ട് അവരൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്, അതിനെയാണ് നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്ന് പഠിച്ചത്. ഇനി ഈ കെമിക്കൽ ബോണ്ടിങ്ങിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്, അയോണിക് ഉണ്ട്, കോവാലൻ്റ് ഉണ്ട്. അത് നമ്മൾ വരും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ നിങ്ങൾ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതി വെക്കണം. അതിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് വളരെ വൃത്തിയായിട്ട് ഞാനിങ്ങനെ ഓരോ സ്ലൈഡും സെപ്പറേറ്റ് കാണിക്കുന്നത്. ദെൻ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. മിസ്സിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് അറിയാവുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ ക്ലിക്ക് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്.